വീട്ടിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട അമ്മ പെങ്ങന്മാരെ, എന്റെ കൊച്ചനിയത്തിമാരെ, എന്റെ ചേട്ടന്മാരെ, ചേച്ചിമാരെ, ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് നിങ്ങളുടെ സ്വന്തം ഫേവറേറ്റ് ഷോയുമായിട്ട്. ഇത് നിങ്ങളുടെ സ്വന്തം മൈജി ഫ്യൂച്ചർ അടിച്ച് കേറി വാ, കോ ബ്രാൻഡഡ് ബൈ KSFE ഹാർമണി ചിട്ടികൾ ആൻഡ് സ്പെഷ്യൽ പാർട്ണർ ഹാപ്പി സോസൈറ്റി. എന്റെ പൊന്നളിയ, നമ്മള് പെരിന്തൽമണ്ണ വന്ന് അടിച്ച് കലക്കിട്ട് അങ്ങോട്ട് പോകാൻ പോയപ്പോഴേ ഇവിടുത്തെ നാട്ടുകാരുടെ എനർജി ഉണ്ട് നമ്മളെ ഇവിടെ പിടിച്ചിരുത്തിയേക്കും. ഇവിടെ നിന്നില്ലെങ്കിൽ പിന്നെ വേറെ എവിടെ നിൽക്കും? സത്യം, കഴിഞ്ഞ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റുന്ന നമ്മുടെ മത്സരാർത്ഥികളൊക്കെ വെച്ച് നമ്മൾ ഒരു ലൂസേഴ്സ് ഫൈനൽ അങ്ങ് നടത്താം തീരുമാനം. അളിയാ, അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അവിടെ മോശം. കാരണം ഇത്രയും നേരം നമ്മളെ സപ്പോർട്ട് ചെയ്ത് ക്വിറ്റ് ആയാലും അവരിവിടെ നമ്മളെ വീണ്ടും സ്റ്റേ ചെയ്യണം. എന്റെ ലക്കി ചാമിനെ നീ അങ്ങോട്ട് തട്ടി. നീ സ്റ്റെഫിയെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞ 2 സ്ഥലത്തും സ്റ്റെഫി കപ്പടിച്ചോണ്ട് പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഭാഗ്യം കുറച്ചെങ്കിലും എനിക്ക് കിട്ടുമെന്ന് ഞാൻ സ്റ്റെഫിയെ കൊണ്ട് മാറ്റിയിട്ട് നിർത്തിയാണ്. സ്റ്റെഫി എന്നെ കാത്തോളേ. ഇതിലാകപ്പാട് 3 ലെവൽസ് മത്സരങ്ങളേ ഉള്ളൂ. ഈ 3 ലെവൽ മത്സരങ്ങളിൽ മത്സരിക്കാൻ പോകുന്ന ആരാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ മത്സരാർത്ഥികളെ വിളിച്ചാലോ? നമ്മുടെ റിസർവ് ബെഞ്ച് ഇരിക്കുന്നല്ലേ, നല്ലൊരു കൈഡിയോടെ നമുക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാം. കമോൺ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും 30 സെക്കൻഡ് സമയം കിട്ടും. ഈ 30 സെക്കൻഡ് സമയത്തിൽ പെരിന്തൽമണ്ണയെ കുറിച്ച് ഒരു 4-5 സെന്റൻസ് മാക്സിമം പറയുക. ഞങ്ങൾക്കത് കേട്ട് കോരിത്തരിക്കണം. നിങ്ങളെ സെലക്ട് ചെയ്യാൻ തോന്നണം. ഉമ്മ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? തുടങ്ങിയോ ഉമ്മ? പറഞ്ഞോ. ഞങ്ങൾ പെരിന്തൽമണ്ണ നഗരസഭ നല്ല ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു നഗരസഭയാണ്. ഹോസ്പിറ്റലിന്റെയും എന്താ പറയാ, നല്ല തുണിക്കടയുടെയും കുടുംബശ്രീനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന നഗരസഭയാണ്. ഇനി ചേച്ചി പറഞ്ഞു. നമ്മുടെ പെരിന്തൽമണ്ണയെ പറ്റി പറയുന്നത് തന്നെ ഫുഡ് അങ്ങാടി എന്നാണ്. ആ ഫുഡ് അങ്ങാടി പെരിന്തൽമണ്ണയിൽ വന്ന ഒരാൾ ഒരു ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഈ പെരിന്തൽമണ്ണ വിട്ടുപോകില്ല. ഏത് സ്ഥലത്ത് നിന്ന് വന്നാലും അവർ ഈ പെരിന്തൽമണ്ണയിൽ സ്ഥിരമാവും. പെരിന്തൽമണ്ണ നഗരസഭ നല്ലൊരു നഗരസഭയായി മാറിയിടും. ഇപ്പൊ പെരിന്തൽമണ്ണ പറയുന്നത് പെരിന്തൽമണ്ണ ചെറിയൊരു ദുബായി ആണെന്നുള്ളത് പറയുന്നത്. പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞാൽ മനോഹരമായ ഒരു സ്ഥലമാണ്. അവിടെ ഞങ്ങൾ വണ്ടി ഇറങ്ങി. നമ്മുടെ പെരിന്തൽമണ്ണയില് പുറത്തുനിന്ന് വന്നവർ ഇവിടെ ഒരു വീട് വെച്ചാ പിന്നെ തിരിച്ചു പോണ പരിപാടി ഉണ്ടാവില്ല. അത്ര പിന്നെ ഇവിടെ ക്ലൈമറ്റും വലിയ പ്രശ്നമുള്ള ക്ലൈമറ്റ് അല്ല. ഒരു ചൂടും ഇല്ല തണുപ്പും ഇല്ല, നല്ല ക്ലൈമറ്റാണ്. പിന്നെ നല്ല സൗഹൃദമാണ് എല്ലാവരും. നമുക്ക് എന്തെങ്കിലും സംഭവിച്ച ഓടി വന്നിട്ട് നമുക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യാനും ഇവിടെ ഉള്ള ആൾക്കാർക്ക് തയ്യാറുള്ളവരാണ്. അടിച്ചു കയറി വന്നോണ്ടിരിക്കുകയാണ് അല്ലേ? ഇതിൽ നമുക്ക് ആരെ തെരഞ്ഞെടുക്കാൻ പറ്റുന്ന പറഞ്ഞു. 2 പേര് വേണം. നമ്മളെ ഈ ഒരു കാര്യം പറഞ്ഞത് ഭയങ്കര ക്യാച്ച് ചെയ്യണം. അതായത് ഇതൊരു കുഞ്ഞു ദുബായ് ആണെന്ന് പറഞ്ഞു. അത് ഭയങ്കര ക്യാച്ച് ആയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ആ ചേച്ചി നമുക്ക് സെലക്ട് ചെയ്യാം. സിന്ധു ചേച്ചി നല്ല സൂപ്പർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരു ഹൃദയസ്പർശിയായിട്ട് സംസാരിച്ച് ഭയങ്കര ഫീലിങ്സ് ആയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സിന്ധു ചേച്ചിയെ സെലക്ട് ചെയ്യാം. ചേച്ചിയുടെ പേര് റീന ചേച്ചിയെ സെലക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? നിങ്ങളൊക്കെ ഓക്കെ അല്ലേ? പോരുത്, വെയിറ്റ് ചെയ്യണം. നേരത്തെ പോലെ മത്സരിക്കാൻ പറ്റും. ഓക്കെ, ഓഡിയൻസിനുള്ള ചോദ്യമാണ്. ചോദ്യം മാത്രമല്ല, സമ്മാനമുണ്ട്. ഓക്കെ, ഫസ്റ്റ് ചോദ്യം ഞാൻ ചോദിക്കും. നീ ചോദിച്ചോ. പ്രേമ പൂജ സീരിയലിലെ പൂജയും ആദിയും തമ്മിൽ അടുപ്പിക്കാൻ വേർപിരിക്കാൻ നോക്കുന്നത് ആരാണ്? ശരിക്കുള്ള പേര് ക്യാരക്ടറിന്റെ പേര്. ക്യാരക്ടറിന്റെ പേര് പറയാ ചേച്ചി. ആമി ഉറപ്പല്ലേ? സോറി, ഇങ്ങോട്ട് വന്നേ, സമ്മാനം തരട്ടെ. കറക്റ്റ് ആൻസർ ആണ് ചേച്ചി തന്നിരിക്കുന്നത്. കൈലാഷ് നൽകുകയാണ് ഡീപോൾ നൽകുന്ന കിടിലം കാർ ഷാംപൂ. ഓക്കേ, ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഹൃദയം സീരിയലിലെ സുധിയുടെ അനിയത്തിയുടെ പേരെന്താണ്? നിത്യ. റൈറ്റ് ആൻസർ. ചേച്ചിക്ക് ഫാം ഹൗസ് മിൽക്ക് ആൻഡ് കർഡ് നൽകുന്ന ഒരു സമ്മാനമാണ്. ഫാം ഹൗസ് മിൽക്ക് ആൻഡ് കർഡ്. അടിപൊളി. അപ്പൊ പെരിന്തൽമണ്ണയിലെ ലൂസേഴ്സ് ഫൈനൽ എഡിഷനിലെ ആദ്യത്തെ ലെവലിലേക്ക് നമുക്ക് പോയാലോ? അപ്പൊ അതിനു മുന്നേ നമുക്ക് അവിടെ ഒരാളെ എത്തിയിട്ടുണ്ട്. ചേച്ചി പറയൂ, ചേച്ചിയുടെ പേരെന്താണ്? എന്റെ പേര് റീന. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. 20 കൊല്ലമായിട്ട് പെരിന്തൽമണ്ണയില് പാർലർ ഉണ്ടായിരുന്നു. ഇപ്പൊ കൊറോണ വന്നതിന് ശേഷം വീട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ചെറിയ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എന്താ ഹോബീസ് ഇതൊക്കെയാണ്? അഭിനയിക്കുക. 2ാം ക്ലാസ് മുതൽ ഞാൻ നാടകത്തിലൊക്കെ അഭിനയിച്ചിരുന്ന ആളാണ്. എന്റെ അച്ഛൻ തന്നെയാണ് എന്റെ ഗുരു. ജീവിതത്തിൽ ആദ്യമായിട്ട് അഭിനയിച്ച ക്യാരക്ടറിന്റെ പേരെന്താ? ദേവകി അമ്മ. മോളെ ഗിരിജേ
മോളെ അതായത് ഇപ്പോഴത്തെ പ്രായത്തിലെ സാധനം 2ാം ക്ലാസ്സിൽ അഭിനയിച്ചത്. ഓക്കെ. ഇനി നമ്മുടെ ജയിക്കാൻ പോകുന്ന കണ്ടസ്റ്റന്റിന്റെ മൊഴികൾ നമുക്ക് കേൾക്കാം. എന്റെ പേര് സിന്ധു. അപ്പൊ നമ്മുടെ ലൂസേഴ്സ് വൈനിലെ ലെവൽ 1 മത്സരത്തിലേക്ക് നമുക്ക് കടന്നാലോ ചേച്ചി? ഓക്കെ നമുക്ക് കടന്നാലോ മാധവി? ചേച്ചിക്ക് ലെവല് ജയിച്ചാൽ എന്താ കിട്ടുന്നതെന്ന് അറിയാവോ? 5000 രൂപ വില മതിക്കുന്ന സമ്മാനങ്ങളാ. ഒരു എയറും ഒരു തേപ്പ് പൊട്ടിയും. നിങ്ങൾക്ക് ഒരു കൈ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഈ ടിഷ്യൂവിൽ നിന്ന് ഇതൊരു ഫ്രഷ്ലി ന്യൂലി ഓപ്പൺഡ് ടിഷ്യൂ ബോക്സ് ആണ്. ഇതിനകത്തുള്ള ടിഷ്യൂസ് മുഴുവൻ എടുത്ത് തീർക്കുക. 60 സെക്കൻഡ് സമയം. സമയത്ത് ഒരെണ്ണം എടുക്കാം, ഒരു സമയത്ത് ഒന്ന് മാത്രം എടുക്കാം, എല്ലാം കൂടെ പിടിച്ചു വലിച്ചെടുക്കാം. ഓക്കെ, ഒരു കൈ കേട്ടാ, ഒരു കൈ മറ്റേ കൈ ബാക്കി കിട്ടണേ. ആൻഡ് യുവർ ടൈം സ്പീഡാക്ക്. മാധവിക്കുട്ടി അല്ല നമുക്ക് വേണ്ടത്. വെരി ഗുഡ് ചേച്ചി, വെരി ഗുഡ്. എടുത്തോ, വെരി ഗുഡ്. പൊളി ചേച്ചി, പൊളി ചേച്ചി, പൊളി. വെരി ഗുഡ്. നിങ്ങൾ വെയിറ്റ് ചെയ്തില്ല, ആ സമയം ഇവിടെ തീർന്നു. സത്യമായിട്ടും അതില് കാര്യമില്ല, എടുത്ത് കഴിഞ്ഞു. നമുക്കിത് ഓഡിയൻസിന് വിടാം. എന്റെ റീന ചേച്ചിയാണ് വിജയിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് കൈയടിച്ചേ. റീന ചേച്ചിക്കാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചേച്ചിയാണ് വിജയിച്ചെന്ന് പറഞ്ഞാൽ കൈയടിച്ചേ. അതും അളിയ ഒരു പരിപാടി, നമ്മൾ 1 തൊട്ട് 10 വരെ എണ്ണും. അതിനുള്ളിൽ ആരാണ് ഏറ്റവും കൂടുതൽ ടിഷ്യൂ തിരിച്ചു ഇതിലോട്ട് ഇടുന്നത് അവർ ജയിക്കാൻ പോവാണ്. ആൻഡ് യുവർ ടൈം ഒരു കൈ യൂസ് ചെയ്യാം. ഒരു കൈ. കം ഓൺ. 3 4 5 6 7 8 9 10. കഴിഞ്ഞു. ഓക്കെ, ഇവിടെ കൗണ്ട് ചെയ്ത് കളിയാ. 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21. ശരി, ഞാൻ കൂട്ടാം. 2 2 3 16 17 18 19 20 21 22. അവിടെ ജയിച്ചു. ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. 1ാമത്തെ ലെവൽ കഴിഞ്ഞു. എന്റെ റീന ചേച്ചി മത്സരങ്ങള് സമ്മാനങ്ങളൊക്കെ വാരിക്കൂട്ടിയിരിക്കുകയാണ്. തോറ്റായിരുന്നു നമ്മുടെ ചേച്ചിയുടെ ആ ചിരി നോക്കുക. അടിപൊളി. അങ്ങനെ വേണം, അതാണ് അങ്ങനെ വേണം. കൊള്ളിച്ചു പറയുവാണല്ലോ. ഇതിനിടയ്ക്ക് എനിക്ക് കൈലാഷിന്റെ അടുത്തൊരു കാര്യം ചോദിക്കണം. കൈലാഷ്, എല്ലാ കൂട്ടുകാരും നല്ലതായിരിക്കാം, ചിലവർ ചീത്തയായിരിക്കാം. നമ്മുടെ പ്രിയൻ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനില്ലേ, പ്രിയനെ പറ്റി എങ്ങനെയാണ് കൈലാഷിന്റെ അഭിപ്രായം? പ്രിയൻ എന്റെ ആത്മമിത്രമാണ്. പ്രിയൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഓഫീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് പ്രിയൻ. പ്രിയൻ എനിക്ക് അങ്ങനെ പണിയൊന്നും തരൂല. ഞാൻ പറഞ്ഞ പണി തരുമെന്ന് അല്ല, എന്തോ എന്റെ അടുത്ത് പറഞ്ഞ പോലെ എനിക്ക് കൊള്ളിച്ച പോലെ തോന്നി. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ, പക്ഷെ തോന്നുന്നുണ്ടല്ലേ? എനിക്ക് ഇല്ല, എനിക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു. പ്രിയനെ പറ്റി അങ്ങനെയൊന്നും സംസാരിക്കണ്ട. പ്രിയൻ എന്റെ പ്രിയൻ ലവ് യുടാ. ഒരിക്കലും ചതിക്കൂല. ആ വിശ്വാസം താങ്കളെ രക്ഷിക്കട്ടെ. എനിക്ക് സ്റ്റെഫി എടുത്ത് ചോദിക്കാനുള്ള, സ്റ്റെഫി നമ്മുടെ സീരിയൽ കഴിഞ്ഞു, ഭാവന സീരിയൽ കഴിഞ്ഞു. ഇപ്പൊ എന്താണ് സ്റ്റെഫിയുടെ പരിപാടികൾ, ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്താണ് ഇപ്പൊ, വാട്ട് ഈസ് ഗോയിങ് ഓൺ? പറയൂ. ഇപ്പം നിലവിൽ ഞാനൊന്നും ഒരു പ്രോജക്റ്റും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ ഒന്ന് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുന്നു. കുറച്ച് ഫ്രീ ആണ്. നമ്മുടെ ജീവിതവുമായി കുറച്ചല്ലേ, അങ്ങനെ പോകുന്നു, മുന്നോട്ട് പോകുന്നു. കോടതി പോകുന്നുണ്ട്. ലെവൽ 2ലേക്ക് പോയാലോ? അത് നമ്മൾ നേടിയെടുക്കും. അതെ, അപ്പൊ ലെവൽ 2ൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 10,000 രൂപ വില മതിക്കുന്ന സമ്മാനങ്ങളാണ്. അങ്ങനെ ഓൾ ടുഗദർ യു ആർ ഗെറ്റിംഗ് 15,000 rupees വർത്ത് സമ്മാനങ്ങൾ. അപ്പൊ സെക്കൻഡ് ലെവൽ എന്തൊക്കെയാണ് സമ്മാനം കിട്ടുന്നത്? മിക്സി, വാട്ടർ പ്യൂരിഫയർ ആൻഡ് ഇലക്ട്രിക് കെറ്റിൽ. അതിന്റെ ഒപ്പം ഇപ്പൊ നേടിയെടുത്ത എയർ ഫ്രയറും അയൺ ബോക്സും. ഓക്കെ, അപ്പൊ നമുക്ക് ലെവൽ 2 എന്താണെന്ന് നോക്കാമല്ലോ. അപ്പൊ പ്രേക്ഷകർ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും ഓടിച്ചെന്ന് KSFE ഹാർമണി ചിട്ടികളിൽ ചേരുക. ആദ്യം ചേരുന്ന 100 പേർക്ക് ബമ്പർ സമ്മാനമായി ലഭിക്കുന്ന ഒരു സിംഗപ്പൂർ യാത്ര. അപ്പൊ ഓടിപ്പോയി ചേർന്നോളൂ. അപ്പൊ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ സ്പൂൺ ഉണ്ട്, ഇവിടെ കുറച്ച് ഡൈസും ഉണ്ട്. സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്പൂൺ അങ്ങോട്ട് കടിച്ചു പിടിക്കണം. കടിച്ചു പിടിച്ചതിന് ശേഷം ഒരു 1 2 കൈ ഉപയോഗിച്ച് ബാക്കിയുള്ള ഡൈസ് ഒന്നിന് മേളിൽ ഒന്നായിട്ട് അടുക്കി നമ്മൾ വെക്കണം. അങ്ങനെ 60 സെക്കൻഡ് കൊണ്ട് ആരാണ് ഏറ്റവും കൂടുതൽ ഡൈസ് അടുക്കി വെക്കുന്നത് അവർ വിജയിക്കുന്നു. 3 2 1 സ്റ്റാർട്ട്. അതൊക്കെ തിന്നണ്ട, വിറക്കരുത് അമ്മ. സിന്ധു അമ്മ താഴോട്ട് പോവുക. സിന്ധമ്മ
Okay. വീഴ്ത്തരുത്. 2-3 എടുത്തോ, 2-3 എടുത്തോ. K&K ഓട്ടോമൊബൈൽസ് 3 നെറ്റിലും 4 കൈ വിറയ്ക്കുന്നുണ്ടല്ലോ, 2 മതി അടിച്ചു. മതി 3 മതി. ഇനി ഒന്നും ചെയ്യില്ല. 4 ആ മതി, ഇനി വേണ്ട. ഇത് ഞാൻ പറഞ്ഞ അടിയരുത് കേട്ടാ. അയ്യോ, കുഴപ്പമില്ല. സാരമില്ല. എടുത്ത് അടിക്കോ. 4 വെച്ച് കഴിഞ്ഞാൽ നിർത്തിക്കോണം കേട്ടാ. 4 വെച്ചാൽ നിർത്തണം. കൈയടിക്കുക ഒരുമിച്ച് 2 എടുത്തോ. മതി, മതി, നിർത്തിക്കോ. മതി ഒരെണ്ണം കൂടെ എടുത്തോ. ഒരെണ്ണോട് വെക്കാൻ പറ്റുമോ? വേണ്ട. അതുവരെ നിൽക്കുക. സമയം കഴിഞ്ഞിരിക്കുന്നു. And ഇതാ സിന്ധു ചേച്ചി വളരെ ശക്തമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. മൈജി ഫ്യൂച്ചർ അടിച്ചു കയറി വാ സെക്കൻഡ് ലെവലിലേക്ക്. എവിടെ ലക്കി ചാമും മറ്റേ മൂടും മറ്റേ IPC ആണ് ആ കേസ്. സംഭവം റോബറി പിടിച്ചിട്ട് ഞാൻ നോക്കിയിട്ടില്ലേ, നാളം കെട്ടവരെ ഈ കളിയാക്കുന്നവന്മാർക്കുള്ള കേസ് കൊടുക്കാൻ പറ്റും. അയ്യോ, നീയാണ് ആദ്യമായിട്ടാണത്. ഇവിടെ എന്താ ഒരു ബഹളം കേട്ടെ? ഇവിടെ ഞങ്ങൾ കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ ഇവിടെ വിഷു ആഘോഷിച്ചതാണ് നാട്ടുകാർ. അതിനിടയ്ക്ക് ചേച്ചിക്ക് കുറച്ച് സമ്മാനവും കിട്ടി, അത്രേ ഉള്ളൂ. കിട്ടിയ സമ്മാനം എത്ര അറിയണ്ടേ? ലക്കി ചാമിനും അറിയണ്ടേ? 15,000 രൂപ. അങ്ങനെ നമ്മൾ മൈജി ഫ്യൂച്ചർ അടിച്ച് കയറി ലൂസേഴ്സ് ഫൈനൽ 2 ലെവലുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 1 ലെവൽ മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ. നിങ്ങളെയൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ഐറ്റത്തിന് ഇറക്കുവാണ്. നമ്മുടെ സ്വന്തം കൊച്ചു സാറ് ഇവിടത്തെ. പ്ലീസ് വെൽക്കം അജിത് സാർ. അജിത് സാർ നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇവർ രണ്ടുപേരും ഒന്ന് കട്ടയ്ക്ക് മോട്ടിവേറ്റ് ചെയ്ത് കേക്കട്ടെ. ഞങ്ങളുടെ മോണ്ടി ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ കുട്ടികളെ കയ്യിൽ നിന്ന് എക്സാമിനൊക്കെ പാളി കഴിയുമ്പോൾ ഞങ്ങൾ പറയുന്നൊരു സാധനമുണ്ട്. എക്സ്പീരിയൻസ് ആണ് എവറിത്തിങ്. വെൻ വി ഗെറ്റ് എക്സ്പീരിയൻസ്, വെൻ വി ഗെറ്റ് എക്സ്പോഷർ, ആ എക്സ്പീരിയൻസിന് പുറത്താണ് എല്ലാം ഓടുന്നത്. അത് എത്ര കണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റുമോ അത്ര കണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക്കലി ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക. കാരണം അടുത്ത തവണ അടിച്ചു കയറി വാ എന്ന് പറഞ്ഞ പ്രോഗ്രാം വരുമ്പോൾ എനിക്ക് ഉറപ്പുണ്ടോ 1, 2, 3 നിങ്ങളൊക്കെ പോകും. ഞങ്ങൾ 3 പേരും 1 ലക്ഷം അല്ല, ഇവിടെ ഒരു 10 ലക്ഷം രൂപയുടെ പ്രൈസ് ഉണ്ടെങ്കിൽ അത് മേടിച്ചിട്ട് പോകുന്നുള്ളതാണ് ഞങ്ങളുടെ ഉറക്കെയുള്ള ഒരു പ്രഖ്യാപനം അല്ലേ? റെഡി അല്ലേ? യെസ്, അതാണ് ഞങ്ങളുടെ സ്പിരിറ്റ്. ചേച്ചിക്ക് എത്ര വയസ്സായി ചേച്ചി? 50. ഓ, 26 വയസ്സുള്ള ചെറുക്കൻ വന്ന് പറയുവാടെ എക്സ്പീരിയൻസ് സാറിനെ നീ വീട്ടിൽ പിടിച്ചിട്ട് എക്സ്പീരിയൻസ് എന്റെ ഉള്ളിൽ കിടക്കാണ്. എന്നിട്ട് ഇവൻ തോറ്റ് തൊപ്പിയിട്ട് വെളിയിൽ പോയപ്പോ നേരത്തെ പറഞ്ഞെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ മോട്ടിവേഷനിൽ ഒരു കാര്യമുണ്ട്. അല്ല, ഞാനതൊരു റിയാലിറ്റിയാ പറഞ്ഞു. സാർ പ്ലീസ്. യെസ്, that was it. അടുത്ത സാധനം അടിക്കും. ഞാനൊന്ന് പറഞ്ഞോട്ടെ മനുഷ്യ, ഇതൊന്ന് വാ തുറക്കാൻ സമ്മതിക്കണം. ചുമ്മാ കയറി സ്കോർ ചെയ്യും. പിന്നെ വാ തുറക്കാൻ പറ്റാതെ ഞാൻ ഇവിടെ കിടന്ന് ഇല്ല. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. ഓക്കെ, ഒരു പണിഷ്മെന്റ് കൊടുക്കും. ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സാധനവും ഞാൻ പറഞ്ഞു. എക്സ്പീരിയൻസ് എവിടെ നിന്ന് ഉണ്ടാവുന്നത്? എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഉള്ളിൽ നിന്നുള്ളൊരു സാധനം കിട്ടുന്നത്. ആണോ അല്ലയോ? ഫെയിലിയേഴ്സ് ഉണ്ടാവുമ്പോഴാണ് എന്റെ ഉള്ളിൽ നിന്നൊരു തോന്നൽ വരുന്നത് എനിക്ക് രക്ഷപ്പെടണം എന്നുള്ളത്. ആണോ അല്ലയോ? ആണല്ലോ, റൈറ്റ്. സോ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അതെന്നാന്നറിയോ, കുറെ നേരെ എനിക്കിട്ട് അവിടെ ഇങ്ങനെ എറിഞ്ഞോണ്ടിരിക്കുക. അപ്പൊ തിരിച്ചെന്തെങ്കിലും കൊടുക്കണ്ടേ? ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. സോ ആ പറയുന്ന ഫെയിലിയേഴ്സ് ഫുഡ് സ്റ്റെപ്പ് ആവുന്നുണ്ടെങ്കിൽ ആ ഫെയിലിയേഴ്സ് ആണ് നമ്മൾ പറയുന്നത് ബാക്കിയുള്ളവരുടെ ഫെയിലിയേഴ്സിൽ നിന്ന് അവരെങ്ങനെ അത് വളർന്നെടുത്തു എന്നാണ് നമ്മൾ പറയുന്നത്. അത് പറയുന്നതിലൂടെ അവർ കേൾക്കേണ്ടത്, അവരുടെ മനസ്സിലോട്ട് എടുക്കേണ്ടത് എന്താണ്? എന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ആ തോന്നൽ വരണം. ഞാനിവിടെ കുറെ അടിച്ചു കയറി വാ എന്ന് പറഞ്ഞിട്ട് അടിച്ചു കയറി വന്ന് കുറച്ചു കഴിഞ്ഞ് പുറത്തു കഴിയുമ്പോ പിന്നെ യെസ്, ഈ തുള്ളല് കഴിഞ്ഞില്ലേ? ഇത് ഈ വാക്കുകൾ കൊണ്ടുള്ള ഈ ഡയറി ഉണ്ടല്ലോ, പാവപ്പെട്ട നമ്മൾ പെരിന്തൽമണ്ണക്കാരെ 45 ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞ് പറ്റിക്കാൻ നോക്കണ്ട. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഏത് വേട്ടവളിയിലാണ് എനിക്ക് അങ്ങേര് മര്യാദയ്ക്ക് തോറ്റ് വീട്ടിൽ പോയ മനുഷ്യരെ തിരിച്ച് വിളിച്ച് വരുത്തി ഈ നാട്ടുകാരെ മുമ്പിലിട്ട് വീണ്ടും അപമാനിക്കാനാണ്. അപമാനിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റോ? ഓക്കെ, ഏറ്റുവാങ്ങി കഴിഞ്ഞ് എഴുന്നേറ്റോ? ഓക്കെ, ഫൈൻ. എന്റെ അജിത് സാറേ, താങ്ക് യു സോ മച്ച്. യു ആർ ആക്ച്വലി മോട്ടിവേറ്ററിന് വേണ്ടി യു ആർ ആക്ച്വലി എന്റർടൈനർ. ഷുവർ, താങ്ക് യു. സാർ നല്ലൊരു കണ്ടന്റ് മേക്കർ ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സാറിനെ തിരിച്ച് വിളിച്ച് വരുത്തി കേട്ടോ. താങ്ക് യു സോ മച്ച് സാർ. ഇറ്റ്സ് ഗുഡ് ടു ഹാവ് യു ഹിയർ. ഞങ്ങൾക്ക് ഒരു താങ്ക് യു പറയാനുണ്ട്. ഞങ്ങളുടെ ക്യാമ്പസ് ചൂസ് ചെയ്ത് ഞങ്ങളുടെ ക്യാമ്പസിൽ വന്നതിന് ഫ്രം ദ ഡിപ്പാർട്ട്മെന്റ്, ഫ്രം ദ ഞങ്ങളുടെ ക്യാമ്പസ് ലൂയിസ് ബോൺ ക്യാമ്പസ്, ഫ്രം
St. Mary's College, from Monty Interact Institute of Management Studies and St. Joseph English Medium School, we would like to extend a grand gratitude and thank you for choosing our campus. ഞങ്ങളുടെ ക്യാമ്പസിൽ വന്നിട്ട് നിങ്ങൾക്ക് നഷ്ടബോധം ഉണ്ടായില്ല എന്ന് ഫീൽ Definitely not, sir, ചെയ്യുന്നു. No, this was kilometers and kilometers from പെരിന്തൽമണ്ണ. ഞങ്ങളുടെ ക്രൗഡ് ഞങ്ങളുടെ ക്രൗഡ് അടിപൊളിയല്ലായിരുന്നു. പിന്നെ, സീനല്ലേ? wonderful. ജസ്റ്റ് ഒരു നല്ലൊരു ഐഡിയ എടുത്തത് നമ്മുടെ ക്രൗഡിന്, നമ്മുടെ പെരിന്തൽമണ്ണക്കാരുടെ പവർ കാണിക്കാൻ വേണ്ടിയിട്ട്. യെസ്, and we are just welcoming back you to our campus again. Definitely we will come back, sir. Thank you so much. Meet and surely have a nice day. And you are going to sing that happy Yeah, birthday it's fun to have you here. And Happy very birthday to entertaining. you. Thank you so Hallelujah. much, sir. In the hive of my house and wife, you will not see any moment of that today. Starlick. ചാർലിക്കിന് നമ്മുടെ സ്റ്റെഫി നൽകുകയാണ് വണ്ടറിലേക്കുള്ള ഒരു കപ്പിൾ എൻട്രി പാസ്. ഞാൻ തന്നെ വായിച്ചു. വായിച്ചോ. അക്ഷര അക്ഷര വരൂ. അക്ഷര ഇവിടെ. അക്ഷര കിട്ടി. നല്ലത്. കൈലാഷ് നൽകുകയാണ് നന്നായിട്ട് ഉണരാൻ ഫോർവിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ്. അപ്പൊ നമ്മുടെ ലൂസേഴ്സ് ഫൈനലിലെ ഫിനാലെ ഗെയിമിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ ഒരു വട്ടം കണ്ടു. നിങ്ങളുടെ ഒരു അമ്പം വില്ലും തരുന്നുണ്ട്. ഒരു സ്ഥലമുണ്ട്, അവിടെ നിന്നിട്ട് എഴുത് നിങ്ങൾ ഈ കളത്തിൽ കൊള്ളിക്കണം. ഓക്കെ, ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ആൾക്ക് സമ്മാനം. അപ്പൊ നിങ്ങൾക്ക് ലഭിക്കുന്നത് 30,000 രൂപയുടെ സമ്മാനങ്ങളാണ്. അതെ, ഒരു 15,000 രൂപയുടെ വാഷിംഗ് മെഷീൻ കൂടെ നിങ്ങളുടെ ഐറ്റിനറിയിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതോടെ ചേർത്ത് 30,000 രൂപയുടെ സമ്മാനം. ഇത് ഒട്ടി നിൽക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ കൊണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ പോയിന്റ് കാൽക്കുലേറ്റ്. ഇതാ റീന ചേച്ചി അമ്പും വില്ലും നൽകുന്നു. 3 വിരൽ മടക്കി ഇതാ എഴുതുന്നു. ബെസ്റ്റ്. ചേച്ചി വിചാരിക്കുകയാണ് ആ പയ്യൻ ഡീപ്പോൾ കാർ ഷാമ്പു ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. വിട്ടോ 500 എവിടെ 600 കൊണ്ട് 500ലാണ് കൊണ്ടത്. ഇവിടെയാണ് കൊണ്ടത്. മൊത്തം 600 പോയിന്റ് കൊണ്ടാ. ഇവിടെ 600 പോയിന്റ്. സൂപ്പർ വീണ. കുറച്ചും കൂടെ ഇത് ഇങ്ങോട്ട് താഴ്ത്താൻ. ഇനി വിട്, അണ്ണാക്കിലോട്ട് കൊള്ളട്ടെ. മിസ്റ്റർ പെരേര എന്തൊക്കെയായിരുന്നു അമ്പും വില്ലും? അവിടെ നോക്കി നിൽക്കുക. അമ്പും വില്ലും മെഷീൻ ഗണ്ണ് 2 കൂടെ ഉണ്ട്. വല്ലതും നടക്കുവോ? നടക്കട്ടെ. ഇതാണ് അമ്പയത്ത്, ഇതാണ് മാമാകം. 500 മാത്രം നമ്മുടെ മുമ്പിൽ. 500 200 അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെ ഫിനാലെയും ചേച്ചി 30,000 സമ്മാനമായി മുമ്പോട്ട് പോകുന്നു. എന്റെ റീന ചേച്ചി ഓക്കെ ഗൈസ്, അങ്ങനെ റീന ചേച്ചി അടിച്ചിരിക്കുന്ന സമ്മാനങ്ങളാണ്. അതാ റീന ചേച്ചിയുടെ സ്വന്തം അടിച്ചു കയറി വായിൽ. ഇനി നമുക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കണ്ടേ? എന്തിയേ നമ്മുടെ പ്രിയപ്പെട്ട കൈലാഷ് നൽകുകയാണ് നമ്മുടെ പാലക്കാട് നാച്ചുറൽ നെല്ലരി റൈസ് നൽകുന്ന തകർപ്പൻ സമ്മാനം. ഇനി റീന ചേച്ചിക്ക് സമ്മാനമായതാ റീന ചേച്ചിക്ക് സൂര്യ ടി വി നൽകുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് അച്ചീവ്മെന്റ് ആണ്. റീന ചേച്ചി കൊടുത്തോ? നിങ്ങൾ രണ്ടുപേരും ചേച്ചി നടക്കുന്നു മേടിച്ചോ. അടിപൊളി. 30,000 രൂപയുടെ സമ്മാനം. ചേച്ചിക്ക് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? പറയൂ ചേച്ചി. ഈ അടിച്ചു കയറി വാ എന്ന പരിപാടി ഞാൻ ടിവിയിൽ പരസ്യം കണ്ടപ്പോ വിചാരിച്ചിരുന്നു ഈ പരിപാടിയിലൊന്ന് പങ്കെടുക്കണം. അതിന് അവസരം വരുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ സിസ്റ്ററാണ് ഇവിടെ MBA കോളേജില് മോണ്ടിയില് പഠിപ്പിക്കണ്ടേ. അങ്ങനെ ഞങ്ങളെ ഫാമിലിയിലൊരു ആഡ് ഇട്ടു. ഞാൻ ചോദിച്ചു നമുക്ക് പോയാലോ ചോദിച്ചു. പോവാ പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു. ഓഡിഷന്റെ ഇവിടുന്ന് ഓഡിഷൻ സെലക്ട് ആയി എന്ന് പറഞ്ഞു. സന്തോഷായി. അതിന്റെ പുറമെ ഈ സ്കൂളില് പഠിച്ച് പാസ്സായി പോയതാണ് എന്റെ 2 മക്കളും. അപ്പൊ ഈ സ്കൂളിന്റെ മുറ്റത്തിന്റെ ഇത്രയും വലിയൊരു സമ്മാനം സൂര്യ ടി വി തന്നത് വളരെയധികം സന്തോഷം. എന്താ മറ്റ് മത്സരാർത്ഥികൾക്ക് ഇവിടെ പ്രോത്സാഹന സമ്മാനം നൽകുകയാണ്. കൊടുത്തോളൂ ഓരോരുത്തർക്കായിട്ട്. ഇവിടെ നമ്മുടെ കൈലാഷും സ്റ്റെഫിയും ചേർന്ന് കൊടുക്കുകയാണ്. നന്നായിട്ടുണരാൻ ഫോർവിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ് ആൻഡ് ഓൾസോ പാലക്കാട് നാച്ചുറൽ നെല്ലരി റൈസ്. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെ വീണ്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് എത്തിയ ഞങ്ങളുടെ സ്വന്തം സ്റ്റെഫിക്ക് ഫോർവിഷ് മാട്രസ് നൽകുന്ന ഒരു പില്ലോ, മഹിറ്റോസ് കുഞ്ഞുടുപ്പുകൾ നൽകുന്ന ഒരു സമ്മാനം 2 ചട്ടമ്പി പാറുവിന്റെ കെട്ടിയോൻ ആകാൻ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൈലാഷിന്
നന്നായിട്ടുണരാൻ ഫോർബിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ്. ഒപ്പം തന്നെ കെന്നഡി ടെക്സ് വേൾഡ് കോലഞ്ചേരി നൽകുന്ന ഒരു കിടിലം സമ്മാനമുണ്ട്. ചട്ടമ്പിപ്പാറു സീരിയൽ എല്ലാരും കാണുന്നില്ലേ? കാണാത്തവരും വീട്ടിൽ പോയി കാണാം. ചട്ടമ്പിപ്പാറു വൈകിട്ട് 7 മണിക്ക് നമ്മുടെ സ്വന്തം സൂര്യ TV. Yes. മറക്കാതെ കാണുക. വിജയെ കാണാനായി ഒരുപാട് നാള് കാത്തിരുന്ന തിരുവനന്തപുരം യാത്ര ചെയ്ത് ഇവിടെ എവിടെ? ശ്രീജ ചേച്ചി വാ. അപ്പൊ നമ്മുടെ ശ്രീജ ചേച്ചിക്ക് ഹാപ്പി നൽകുന്ന ഒരു കിടിലം ഗിഫ്റ്റ് ഹാമ്പർ എല്ലാരും കൂടെ ചേർന്ന്. ഓക്കെ, അങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മൾ ഇന്ന് രാത്രി നിങ്ങളോട് വിട പറയുന്നു. ഞങ്ങൾ വരുന്നു അടുത്ത ശനി ഞായർ ദിവസങ്ങളിൽ പുതിയൊരു സ്ഥലത്ത് പുതിയ കുറെ മത്സരാർത്ഥികളും പുതിയ കുറെ ഗെയിമുകളുമായിട്ട്. ഇത് നിങ്ങളുടെ സ്വന്തം ഫേവറേറ്റ് ഷോ മൈ ജി ഫ്യൂച്ചർ അടിച്ച് കേറി വാ, കോ ബ്രാൻഡഡ് ബൈ KSFE ഹാർമണി ചിട്ടികൾ ആൻഡ് സ്പെഷ്യൽ പാർട്ണർ ഹാപ്പി Good night everybody, bye bye.